ഹലോ, ഈ സെക്ഷനിലേക്ക് സ്വാഗതം. വിശേഷാവസരങ്ങളിൽ ട്രെൻഡി ലുക്ക് ലഭിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ടെക്നിക്കുകളിൽ ഒന്നാണ് ഹെയർ സ്റ്റൈലിംഗ്. ഒരു കോസ്മെറ്റോളജിസ്റ്റ് എന്ന നിലയിൽ ഹെയർ സ്റ്റൈലിംഗിലുള്ള നിങ്ങളുടെ കഴിവുകൾ ഈ മേഖലയിൽ വേറിട്ട് നിൽക്കാൻ നിങ്ങളെ സഹായിക്കും. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. ഹെയർ സ്റ്റൈലിംഗിന് ആവശ്യമായ ഉപകരണങ്ങളുടെയും സാധനങ്ങളുടെയും ലിസ്റ്റ് തയ്യാറാക്കുക. കൂടാതെ ഹെയർ സ്റ്റൈലിംഗിനായി ട്രോളി തയ്യാറാക്കുക. ഹെയർ സ്റ്റൈലിംഗിന് ആവശ്യമായ ഉപകരണങ്ങളും വസ്തുക്കളും എന്തൊക്കെയെന്ന് താഴെ കൊടുക്കുന്നു. സ്റ്റൈലിംഗ് ചെയർ, ട്രോളി, ടെയിൽ കോമ്പ്, ഹെയർ ബ്രഷുകൾ, ഹെയർ ഡ്രയർ, കേളിംഗ് അയൺ, ഹെയർ സ്ട്രെയിറ്റ്നർ, ഹെയർ ക്ലിപ്പറുകൾ അല്ലെങ്കിൽ ട്രിമ്മറുകൾ, ഡിഫ്യൂസർ, കത്രിക, റോളറുകൾ, ഹെയർ ക്യാപ്സ്, ഹെയർ ബൺ, സെറ്റിംഗ് ക്ലിപ്പുകൾ, ബോബ് പിന്നുകൾ അല്ലെങ്കിൽ ജൂറ പിന്നുകൾ, ഹെയർ ആക്സസറികൾ, റബ്ബർ ബാൻഡ്, ഹെയർ കളറുകൾ, സ്റ്റൈലിംഗ് ലോഷൻ അല്ലെങ്കിൽ ജെൽ, ഹെയർ വാക്സ്, ഹെയർ സ്പ്രേ, സെറം, ടെക്സ്ചറൈസിംഗ് സ്പ്രേ അല്ലെങ്കിൽ പൗഡർ, സാനിറ്റൈസിംഗ് സ്പ്രേ, സാനിറ്റൈസിംഗ് വൈപ്പുകൾ, ഡ്രൈ സ്റ്റെറിലൈസർ, സ്പ്രേ ബോട്ടിലുകൾ, സലൂൺ ഗൗൺ, ടവൽ, കണ്ടെയ്നറുകൾ, കൂടാതെ എക്സ്റ്റൻഷൻ കോഡും. ഇൻഫെക്ഷനുകൾ ഉണ്ടാകാതിരിക്കാൻ ട്രോളി തയ്യാറാക്കുമ്പോഴും നടപടിക്രമങ്ങളുടെ സമയത്തും ഗ്ലൗസ് ധരിക്കുന്നത് നല്ലതാണ്. ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് മുൻപ് ആന്റിസെപ്റ്റിക്കിൽ മുക്കി കഴുകണം. തുടർന്ന് UV സ്റ്റെറിലൈസേഷൻ മെഷീനിൽ വെച്ച് നന്നായി സ്റ്റെറിലൈസ് ചെയ്യണം. നടപടിക്രമത്തിന് മുൻപ് ക്ലയന്റിനുള്ള കസേര വൃത്തിയാക്കി സാനിറ്റൈസ് ചെയ്യണം. എല്ലാ സ്റ്റൈലിംഗ് ഉൽപ്പന്നങ്ങളുടെയും കാലഹരണ തീയതി പരിശോധിക്കുകയും ഉപയോഗിക്കാൻ കൊള്ളാവുന്ന നിലയിലാണെന്ന് ഉറപ്പാക്കുകയും വേണം. ഇലക്ട്രിക്കൽ സ്റ്റൈലിംഗ് ഉപകരണങ്ങൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. നടപടിക്രമത്തിന് മുമ്പ് ടവലും ഡ്രേപ്പിംഗ് ഗൗണുകളും കഴുകി സ്റ്റെറിലൈസ് ചെയ്ത് തയ്യാറാക്കിയിരിക്കണം. ഹെയർ സ്റ്റൈലിംഗിനുള്ള ട്രോളി സജ്ജീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ നോക്കാം. സലൂൺ അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലിംഗ് ആവശ്യങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു ട്രോളി തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ സ്റ്റൈലിംഗ് ടൂളുകളും ഉൽപ്പന്നങ്ങളും സുരക്ഷിതമായി സൂക്ഷിക്കാൻ അതിന് ഒന്നിലധികം ഷെൽഫുകളോ കമ്പാർട്ട്മെന്റുകളോ ഉണ്ടായിരിക്കണം. ട്രോളിക്ക് ഉറപ്പുണ്ടെന്നും പെട്ടെന്ന് മറിഞ്ഞു വീഴില്ലെന്നും ഉറപ്പാക്കുക. ചക്രങ്ങൾ ലോക്ക് ചെയ്ത് ട്രോളി അനാവശ്യമായി നീങ്ങുന്നതിൽ നിന്നും തടയുക. സാനിറ്റൈസിംഗ് സ്പ്രേയും വൃത്തിയുള്ള ഒരു തുണിയും ഉപയോഗിക്കുക. വൃത്തിഹീനമായ ട്രോളികൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ സൽപ്പേരിനെ ബാധിക്കും. ട്രോളി എല്ലായ്പ്പോഴും ഇലക്ട്രിക്കൽ പോയിന്റിന് സമീപം സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഇത് ഹെയർ ഡ്രയർ പോലുള്ള ഉപകരണങ്ങളുടെ ഉപയോഗം എളുപ്പമാക്കും. ഉപകരണങ്ങൾ ട്രോളിയിൽ വെക്കുന്നതിന് മുമ്പ് അവ വൃത്തിയുള്ളതാണെന്നും പ്രവർത്തനക്ഷമമാണെന്നും ഉറപ്പാക്കുക. ബ്രഷുകളിലും ചീർപ്പുകളിലും രോമമോ മറ്റ് അവശിഷ്ടങ്ങളോ ഉണ്ടെങ്കിൽ അവ നീക്കം ചെയ്യുക. വൈദ്യുത ഉപകരണങ്ങൾ അപകടസാധ്യത ഉള്ള നിലയിലാണോ എന്ന് പരിശോധിക്കുക. അടുത്തതായി, സമാനമായ സാധനങ്ങൾ ഒരുമിച്ച് വെക്കുകയും നിങ്ങൾ പതിവായി ഉപയോഗിക്കുന്നവയ്ക്ക് മുൻഗണന നൽകുകയും ചെയ്യുക. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എളുപ്പത്തിൽ എടുക്കുന്നതിനായി മേലത്തെ തട്ടിൽ സൂക്ഷിക്കണം. അതേസമയം അപൂർവമായി ഉപയോഗിക്കുന്നവ താഴെയുള്ള വലിപ്പുകളിൽ സൂക്ഷിക്കാം. ഹെയർ സ്പ്രേ, ഹീറ്റ് പ്രൊട്ടക്റ്റന്റ്, സെറം, ജെൽ എന്നിവ പോലുള്ള നിങ്ങളുടെ ഹെയർ സ്റ്റൈലിംഗ് ഉൽപ്പന്നങ്ങൾ അടുക്കി വയ്ക്കുക. നിങ്ങളുടെ മുൻഗണനയും ഉപയോഗത്തിന്റെ ഇടവേളകളും അടിസ്ഥാനമാക്കി അവയെ പ്രത്യേക കമ്പാർട്ട്മെന്റുകളിലോ വ്യത്യസ്ത ഷെൽഫുകളിലോ വയ്ക്കുക. ഹെയർ ഡ്രയർ, കേളിംഗ് അയണുകൾ, സ്ട്രെയിറ്റ്നറുകൾ തുടങ്ങിയ ഉപകരണങ്ങൾക്കായി സ്ലോട്ടുകളോ കൊളുത്തുകളോ പോലുള്ള പ്രത്യേകം സ്ഥലങ്ങൾ ഉണ്ടായിരിക്കണം. എപ്പോഴും അവ ശ്രദ്ധയോടെ ഉപയോഗിക്കുക. കേബിളുകൾ പിണയുകയോ കേടാവുകയോ ചെയ്യാതിരിക്കാൻ അവ വൃത്തിയായി പൊതിഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. എല്ലാം അടുക്കും ചിട്ടയോടെയും ഇരിക്കാൻ ഒരേപോലെയുള്ള ഇനങ്ങൾ ഒരുമിച്ച് വെക്കുക. ഉദാഹരണത്തിന്,
ബ്രഷുകൾ ഒരു വിഭാഗത്തിലും ചീർപ്പുകൾ മറ്റൊന്നിലും ക്ലിപ്പുകൾ മറ്റൊന്നിലും വേണം വയ്ക്കാൻ. പരസ്പരം ഇടകലരാത്ത വിധത്തിൽ അവ നന്നായി ക്രമീകരിച്ചിരിക്കണം. ബ്രിസിൽസുകൾക്ക് കേടുപറ്റാത്ത വിധത്തിൽ ബ്രഷുകളും ചീർപ്പുകളും കുത്തി നിർത്തിയിട്ടോ കിടത്തിയിട്ടിട്ടോ നന്നായി ക്രമീകരിക്കുക. സ്റ്റൈലിംഗ് ചെയ്യുന്ന പ്രക്രിയയിൽ നിങ്ങൾക്ക് ആവശ്യമായേക്കാവുന്ന ടവലുകൾ, കോട്ടൺ പാഡുകൾ അല്ലെങ്കിൽ ടിഷ്യൂകൾ എന്നിവ പെട്ടെന്ന് എടുക്കാവുന്ന വിധത്തിൽ ട്രോളിയിൽ വെക്കുക. നിങ്ങൾക്ക് ഒരേപോലെയുള്ള ഒന്നിലധികം ഉൽപ്പന്നങ്ങളോ ഉപകരണങ്ങളോ ഉണ്ടെങ്കിൽ തിരക്കേറിയ സമയങ്ങളിൽ നിങ്ങൾക്കാവശ്യമുള്ളത് എളുപ്പത്തിൽ തിരിച്ചറിയാൻ അവ ലേബൽ ചെയ്യുന്നത് നന്നായിരിക്കും. മൂർച്ചയുള്ളതും അപകടകരവുമായ ഉപകരണങ്ങൾ സുരക്ഷിതമായി സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. അത്തരം ഉപകരണങ്ങൾ പ്രത്യേക ഉറകളിലോ അല്ലെങ്കിൽ ഷീറ്റുകൾ ഉപയോഗിച്ചോ സംരക്ഷിക്കണം. ട്രോളി ക്രമീകരണം ഒരു പ്രധാന ഘട്ടമാണ്. ഓരോ നടപടിക്രമവും ആരംഭിക്കുന്നതിന് മുൻപ് അത് ചെയ്യണം. ട്രോളി തയ്യാറാക്കുന്ന രീതിയിലൂടെ ബ്യൂട്ടീഷ്യന്റെ പ്രൊഫഷണലിസമാണ് തെളിയുന്നത്. മാത്രമല്ല, ഇത് നടപടിക്രമം എളുപ്പവും സങ്കീർണമല്ലാത്തതുമാക്കുന്നു. ഉപകരണങ്ങൾ എളുപ്പത്തിൽ എടുക്കാവുന്ന വിധത്തിൽ ട്രോളി ക്രമീകരിക്കുകയും നടപടിക്രമങ്ങൾക്കിടയിൽ അവ താഴെ വീഴാതെ ശ്രദ്ധിക്കുകയും വേണം. ഓരോ തവണത്തെ ഉപയോഗത്തിനും ശേഷം ട്രോളി വൃത്തിയാക്കുക. ഉപകരണങ്ങളും സാമഗ്രികളും അവയ്ക്കായുള്ള ഷെൽഫ് അല്ലെങ്കിൽ ക്യാബിനറ്റുകളിൽ സൂക്ഷിക്കുക. സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ നന്നായി അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. രോഗകാരികളായ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് ഡിസിൻഫെക്റ്റന്റ് ഉപയോഗിക്കാം. അവസാനമായി, ട്രോളി അതിനായി നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് തിരികെ വയ്ക്കുക. ട്രോളികൾ അശ്രദ്ധമായി അവിടെയും ഇവിടെയും വെക്കാതിരിക്കുക. കാരണം ഇത് നിങ്ങളുടെ വഴി തടസ്സപ്പെടുത്തുകയോ അപകടങ്ങൾക്ക് കാരണമാകുകയോ ചെയ്തേക്കാം. ഇതോടെ ഈ സെക്ഷൻ അവസാനിച്ചിരിക്കുന്നു. ഈ സെക്ഷനിൽ നിങ്ങൾ ഹെയർ സ്റ്റൈലിങ്ങിന് ആവശ്യമായ ഉപകരണങ്ങൾ, സാധനങ്ങൾ എന്നിവയെക്കുറിച്ചും കൂടാതെ ഹെയർ സ്റ്റൈലിങ്ങിനുള്ള ട്രോളി ക്രമീകരണത്തെക്കുറിച്ചും പഠിച്ചു. വീഡിയോ കണ്ടതിന് നന്ദി. വീണ്ടും അടുത്ത സെക്ഷനിൽ കാണാം.